പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മികച്ച വിജയം നേടുമെന്ന് ജില്ലാ അധ്യക്ഷൻ കെ.എം. ഹരിദാസ് അവകാശപ്പെടുന്നു. അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്ന വികാരം യു.ഡി.എഫിന് തീർച്ചയായിട്ടും തിരിച്ചടിയാകും. പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുമെന്നത് വെറും മാധ്യമ വാർത്തകളാണ്. പത്മജ സ്ഥാനാർത്ഥിയായാലും വിജയം ഉറപ്പാണ്. പൊതുതെരഞ്ഞെടുപ്പിന് പാർട്ടി സജ്ജമാണെന്നും കെ.എം. ഹരിദാസ് 24-നോട്. അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ പാലക്കാട് ജനങ്ങൾ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ അതിൽ എതിർപ്പും നിരാശയും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ട്. ആരായാലും വിജയിപ്പിക്കും. കാരണം വിജയത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് തട്ടിത്തെറിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിജയമാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് മുന്നണികളും പരസ്പരം പറഞ്ഞു, എൻ്റെ വോട്ട് കൊണ്ടാണ് നീ ജയിച്ചത്, അടുത്ത പ്രാവശ്യം നീ തോൽക്കുന്നൊക്കെ പരസ്യമായിട്ട് നിയമസഭയിൽ തന്നെ പറയുന്ന അവസ്ഥയുണ്ടായി. ഇല്ല, ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല. അത് എല്ലാം തീരുമാനിക്കുന്ന അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളാണ്. ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും വിജയിപ്പിച്ചെടുക്കാം എന്നുള്ള നല്ല ആത്മവിശ്വാസം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പാലക്കാട് നിയോജക മണ്ഡലം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു തത്സമയം. നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുന്നത് മാധ്യമ വാർത്തകൾ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുഡ് മോർണിംഗ് അഗൈൻ എസ്കെൻ. അങ്ങനെ പറഞ്ഞു. അതിന് കാരണമുണ്ട്. പത്മജയുടെ സ്ഥാനാർത്ഥി അയക്കുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പാലക്കാട് ഒരു പക്ഷേ UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയേക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. പല എതിർപ്പുകൾ ഉണ്ടെങ്കിലും അന്തിമഘട്ടത്തിൽ ഒരു പക്ഷേ അത് അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. കാരണം ഈ സീറ്റ് കൈവിട്ടാൽ അത് ഷാഫി പറമ്പിലിന്റെ മേലായിരിക്കും അതിന്റെ പഴി അത്രയും വന്നു ചേരുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ശക്തനായ ഒരു യുവ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നുള്ള ആവശ്യമാണ് ഷാഫി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ രാഹുൽ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ പത്മജ പാർട്ടി മാറിയ ഘട്ടത്തിൽ പത്മജയ്ക്കെതിരെ നടത്തിയ ഒരു പരാമർശത്തിന്മേൽ രണ്ടുപേരും തമ്മിൽ ഒരു തർക്കം രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ പാലക്കാട് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ BJP സ്ഥാനാർത്ഥിയായി പത്മജ എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയായാലും അവരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ട് എന്നാണ് ജില്ലാ അധ്യക്ഷൻ കെ.എം. ഹരിദാസ് പറയുന്നത്. BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ ശ്രീധരൻ മത്സരിച്ച് വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റാണ് നടന്നത്. അതിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയത്. വലിയ സ്വാധീനം അവർക്ക് മണ്ഡലത്തിലുണ്ട്. രണ്ടാമത് അവരാണുള്ളത്. അതായത് രണ്ടാം സ്ഥാനത്ത് BJP ആയിരുന്നു, മൂന്നാമതായിരുന്നു അന്ന് LDF ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ, അടിച്ചേൽപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണിത്. സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് വിജയിച്ച് കയറാനാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ നടന്ന ഇടതു വലത് മുന്നണികൾ LDFും UDFും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇത്തവണ അനുവദിക്കില്ലെന്നും BJP ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.